എല്ലാവരും ആവേശത്തോടെ കാത്തിരുന്ന രാജ്യത്തിന്റെ ഒന്നാം റാങ്കുകാരൻ ശ്രീനാഥ് ശർമ്മ നിങ്ങളോട് സംസാരിക്കും. ആദ്യമായി ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. കുറേ ആൾക്കാരുടെ സഹായമില്ലാതെ തന്നെ എനിക്കിവിടെ എത്താൻ പറ്റത്തില്ല. എൻ്റെ പാരൻസിനോടും ബ്രില്യൻറ്റിനോടും കെ സ്കൂളിനോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അവസാനം ദൈവത്തിനോടും ഞാൻ നന്ദി പറയുന്നു. കാരണം ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഞാൻ എന്തായാലും ഇവിടെ നിൽക്കത്തില്ല. മാത്രമല്ല ഇനി 2025 നീറ്റ് എഴുതുന്ന ആൾക്കാർക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത് ബിലീവ് ഇൻ യുവർ സെൽഫ്. കാരണം ആ ബിലീഫ് ഇല്ലാതെ എന്തായാലും എവിടെയും എത്താൻ പറ്റത്തില്ല. വർക്ക് ഹാർഡ് ആൻഡ് ഇവിടെ ബ്രില്യൻ്റ് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നീറ്റ് 2025 മികച്ച പെർഫോമൻസ് കാണിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഞാൻ നന്ദി പറയാം. താങ്ക് യു. ശ്രീനാഥ് ശർമ്മ പഠിക്കാൻ മാത്രമല്ല കേട്ടോ, നല്ലൊരു പാട്ടുകാരനാണ്. പാട്ട് കേൾക്കണ്ടേ? കേൾക്കണം. വേണോ വേണ്ടേ? ഇനി ശ്രീനന്ദ നോ പറയൂല കേട്ടോ. ശ്രീനന്ദന്റെ നല്ലൊരു പാട്ട് കേൾക്കാം. മിസ്സരെ കുടുക്കിയിരിക്കുന്നത് നേരത്തെ. ഓക്കെ. ഹൃദയം അണവിരലാൽ സദാ പ്രണയം മഷിയെഴുതും ശിലയായി നിന്നിടാം എന്നെ നോക്കി ഗഹേരെ എൻ്റെ കൺചെമ്മിടാതെ എൻ ജീവനെ രാഘവേ മാനവിൽ നിരേതു വർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം അകലേ വാനിടാതെ ചേർന്നിതെന്നില്ലേ എന്നോവലേ. 2 വർഷത്തെ +2 പഠനത്തോടൊപ്പം 1ാം റാങ്ക് കരസ്ഥമാക്കിയ മിടുക്കനാണ് ശ്രീനാഥ് ശർമ്മിളെങ്കിൽ 1 വർഷം ബ്രില്യന്റിനോടൊപ്പം ചേർന്ന് നിന്ന് റിപ്പീറ്റേഴ്സ് കോച്ചിങ്ങിലൂടെ 715 മാർക്ക് കരസ്ഥമാക്കിയ ഞങ്ങളുടെ അഭിഷേക് വിജയ്. ഇനി അഭിഷേകാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീനാഥ് പറഞ്ഞതുപോലെ എനിക്കും ആദ്യം നന്ദി പറയാനുള്ളത് എൻ്റെ അച്ഛനും അമ്മയോടുമാണ്. കാരണം ഞങ്ങളുടെ ബാച്ചിനെ സംബന്ധിച്ച് ആ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ബാക്കിയുള്ള ബാച്ചുകാർ ഒരു ദിവസം നീറ്റ് എക്സാം എഴുതുമ്പോൾ ഞങ്ങൾ ശരിക്കും നീറ്റ് എക്സാം എഴുതിയത് 3 മാസം കൊണ്ടാണ്. എക്സാമിൻ്റെ ആ ദിവസം മുതൽ ഏതാണ്ട് ജൂലൈ 26-ാം തീയതി വരെ ഞങ്ങൾ ഓരോരുത്തരും ശരിക്കും നീറ്റ് എക്സാമിൻ്റെ കാട്ടി ടെൻഷനിൽ തന്നെയാണ് ഇരുന്നത്. അന്നേരം എല്ലാം എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ അധ്യാപകരോടും പിന്നെ എടുത്തു പറയാനാണെങ്കിൽ എന്നെ എപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി വരുമ്പോൾ എന്നെ വിളിക്കുന്ന എൻ്റെ ബിജു സാറും ക്ലാസ് ടീച്ചർ നയന മിസ്സും എല്ലാവരും അവരുടെ എല്ലാവരുടെയും ഒരു സ്നേഹം ഇപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനും ഈ ഒരു കാലഘട്ടം പിടിച്ചു നിന്നത്. പിന്നെ പഠിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആ ഒരു ട്രാക്കിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എക്സാംസ് കുറേയൊക്കെ ആയി ഏത് ഫേസ് ആണെങ്കിലും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രാക്കിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും ടോപ്പിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും എങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ അതാത് ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കണമെന്നും മനസ്സിലായി വരുന്നത്. അപ്പോൾ നിങ്ങൾ പലർക്കും ഇപ്പം നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലായി കാണും, ഏത് സബ്ജക്റ്റാണ് വീക്ക്, ഏത് സബ്ജക്റ്റാണ് സ്ട്രോങ് എന്നും എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. സ്ട്രോങ് സബ്ജക്റ്റിൽ നിങ്ങൾ കൂടുതൽ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയും വേണം. വീക്ക് സബ്ജക്റ്റിൽ നിങ്ങൾ പതുക്കെ കയറി വരികയും വേണം. അത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ അങ്ങനെ തന്നെ പോവുക. എന്തായാലും എനിക്കും വളരെയധികം സന്തോഷം. ഇതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ 1 വർഷം പഠിച്ച് അവസാനം ഈ ഒരു നിലയിലേക്ക് എത്താൻ പറ്റി. നിങ്ങളിലും പലർക്കും ഇതേപോലെ ഒരു സ്വപ്നം ഇപ്പോഴും മനസ്സിലുണ്ട്. അത് നിങ്ങൾ
2025 നീറ്റ് എക്സാമോട് നേടിയെടുക്കുക. ഇപ്പോൾ ഈ വിവാദങ്ങൾ വന്ന സ്ഥിതിക്ക് 2025 നീറ്റ് എക്സാം ഏറ്റവും അർഹരെ തന്നെ ഇതേപോലെ എടുക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പരീക്ഷ ഇച്ചിരി പാടാകട്ടെ. പരീക്ഷ പാടാകുമ്പോഴാണ് ശരിക്കും റാങ്ക് ഇൻഫ്ലേഷൻ എന്നും പറഞ്ഞ ആൾക്കാർ ബഹളം ഉണ്ടാക്കാതെ ശരിക്കും ആരും ഒരു ആരോപണം ഇറക്കാതെ തന്നെ ഞങ്ങളെപ്പോലെ അടുത്ത വർഷവും നിങ്ങളും ഇതുപോലെ ഈ ഒരു സ്ഥാനത്ത് എത്തിച്ചേരുക. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നത് 712 മാർക്കുമായി മഞ്ജിമ ബി. നമസ്കാരം. ആദ്യം തന്നെ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കാനായി എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പാരൻസ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ആൻഡ് ദൈവത്തോടും ഒത്തിരി നന്ദിയുണ്ട്. ഇവിടെ എനിക്ക് അത്യാവശ്യം സ്കോറൊക്കെ കിട്ടുമായിരുന്നെങ്കിലും ലാസ്റ്റ് ഫൈനൽ എക്സാമിന് ഇത്രയും നല്ലൊരു രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്നൊന്നും അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിട്ടൊന്നും അല്ല ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ നല്ല രീതിക്ക് ടെൻഷനുള്ള ആൾ തന്നെയാണ്. പക്ഷെ അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നും വെറുതെ ടെൻഷൻ അടിച്ച് അത്രയോ സമയം കൂടി കളഞ്ഞിട്ടുണ്ടെന്നേ തോന്നുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും പ്രത്യേകിച്ച് ഒരു ഉപയോഗം കിട്ടാൻ പോകുന്നില്ല. പിന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ സെക്കൻഡ് ടൈം ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമിൽ എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ സോൾവ് ചെയ്ത് അതിൻ്റേതായ രീതിക്കാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ടൈം ടേബിളൊക്കെ ബ്രില്യൻ്റിലെ ക്ലാസ്സസിൻ്റെ ടൈം ടേബിൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ആ ഡെയിലി ടോപ്പിക്സ് തന്നെ പഠിക്കും. പിന്നെ ഷോർട്ട് നോട്ട്സൊക്കെ എഴുതും. ഇപ്പോൾ ഇവിടെ ഒരു ചാപ്റ്റർ പഠിപ്പിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെറ്റീരിയൽസൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കി കഴിയും. പിന്നെ എക്സാം ടൈം വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്നും കൂടിയൊക്കെ റിവൈസ് ചെയ്ത് ഈ ലേണിംഗ് ആപ്പോ ലൈബ്രറി ബുക്സോ അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യാമായിരുന്നു. എക്സാംസ് ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. എക്സാം എഴുതുമ്പോഴേ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്, എന്തുകൊണ്ടൊക്കെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി അല്ലെ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത് എന്ന് കണ്ടുപിടിച്ചിരിക്കണം. ജസ്റ്റ് എന്നിട്ട് എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഞാൻ അതിൽ എഴുതി വെക്കും. ലാസ്റ്റ് ടൈം നോക്കാമെന്നൊക്കെ പറഞ്ഞാൽ എഴുതി വെക്കുന്നത്. ലാസ്റ്റ് ടൈം നോക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പഠിക്കുന്നതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങളത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. നിങ്ങൾ അതിൽ പക്ഷേ കോൺഫിഡൻ്റ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതിയോ എന്ന് നമ്മൾ ആലോചിച്ചാൽ പോരാതെ നമുക്ക് തോന്നുള്ളൂ. നമ്മൾ ഏത് രീതിയിലാണോ പഠിക്കുന്നത് അതിൽ കോൺഫിഡൻ്റ് ആയിരിക്കണം. ടോപ്പിക്സ് പെൻഡിങ് ആക്കരുതെന്നേ ഉള്ളൂ. ജസ്റ്റ് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവാം, ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അടുത്ത വർഷം നിങ്ങൾക്കും ഇതുപോലെ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കാൻ കഴിയട്ടെ. നിങ്ങളെ ഡ്രീം സ്കോർ, നിങ്ങളെ ഡ്രീം കോളേജ് സ്വപ്നം കണ്ടുകൊണ്ട് അതിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇനി നിങ്ങളോട് സംസാരിക്കാൻ എത്തുന്നത് 711 മാർക്കുമായി നന്ദന ബിനോ. ഹലോ എവ്രിവൺ, എൻ്റെ പേര് നന്ദന. ഞാൻ ലാസ്റ്റ് ഇയർ ഇവിടെ റിപ്പീറ്റേഴ്സ് കോഴ്സിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പം ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ വളരെയധികം നന്ദി പറയേണ്ടതായിട്ടുള്ള കുറേ പേരുണ്ട്. ആദ്യമായിട്ട് തന്നെ എൻ്റെ പേരൻസിനോടും പിന്നെ ഈ ബ്രില്യൻറ്റിലെ ഡയറക്ടേഴ്സിനോടും ടീച്ചേഴ്സിനോടും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിലെ ടീച്ചറിനോടും പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ക്ലാസ് ടീച്ചറിനോടും ഒക്കെ ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ എൻ്റെ നന്ദി പറയുവാണ്. ഇവിടെ വരെ എനിക്ക് എത്താനായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് ഇവരൊക്കെയാണ്. നമ്മുടെ രീതിയിൽ പഠിക്കുന്നത് മാത്രമല്ലല്ലോ, ഇമോഷണലി ഒക്കെ ആണെങ്കിലും ഒത്തിരി എന്നെ ഇവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ടൈം ടേബിൾ എന്ന് വെച്ചാൽ ഞാൻ ബ്രില്യൻറ്റിലെ എക്സാംസിൻ്റെ രീതിയിൽ തന്നെയായിരുന്നു പഠിച്ചു പോയിക്കൊണ്ടിരുന്നത്. അതായത് വീക്ക്ലി എക്സാംസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നോടിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നൊരു ഫേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സമയമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വീക്ക്ലി എക്സാംസ് എഴുതി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് ഇപ്പോഴാണ്. എന്ന് വെച്ചാൽ മോഡൽ എക്സാം ആകുമ്പോഴത്തേന് പിന്നെ നിങ്ങൾ എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും പഠിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതും എല്ലാം ആയിട്ടുള്ളൊരു സമയം ഇപ്പോഴാണ്. ബയോളജിയെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ NCERT തന്നെ ഫോളോ ചെയ്യണം. ഞാൻ നോട്ട്സ് പ്രിഫർ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു ബയോളജിക്ക്. പിന്നെ ഫിസിക്സ് കെമിസ്ട്രിക്ക് മസ്റ്റായിട്ടും ഷോർട്ട് നോട്ട്സ് എഴുതിയിരിക്കണം. അത് നിങ്ങളത് പെൻഡിങ് ആക്കി വിട്ടാൽ മോഡൽ എക്സാംസിന് ടൈം എത്തുമ്പോഴത്തേനും നിങ്ങൾക്കത് ഒത്തിരി ബുദ്ധിമുട്ടാവും. മോഡൽ എക്സാമിൻ്റെ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും ഈ ഷോർട്ട് നോട്ട്സ് റിവൈസ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ എക്സാംസ് മാക്സിമം എഴുതാനും ഉള്ളതായിരിക്കും നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കുന്നുള്ളത്.
അപ്പോൾ ഞാനും ആദ്യം ഇങ്ങനെ മോഡൽ എക്സാമിൻ്റെ ഒക്കെ ടൈം ആയപ്പോൾ എനിക്കും ഭയങ്കര ടെൻഷനൊക്കെ കൂടിയായിരുന്നു. ഈ വീക്ക്ലി എക്സാമിൻ്റെ സമയത്തൊക്കെ ഞാൻ ഭയങ്കര കൂളായിരുന്നു. പക്ഷേ മോഡൽ എക്സാംസ് ഒക്കെ ആയപ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല ടെൻഷനുള്ള കൂട്ടത്തിലായിരുന്നു ഞാനും. അപ്പോൾ അന്നേരം നമ്മൾക്ക് ഒരു രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എക്സാംസ് എഴുതി കഴിഞ്ഞിട്ടുള്ള അന്ന് മിസ്റ്റേക്ക് ബുക്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ തെറ്റിയ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നിങ്ങൾക്ക് സംശയമുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ അതിൽ എഴുതേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് അടുത്ത എക്സാംസ് വരുമ്പോൾ ഇത് റിവൈസ് ചെയ്ത് പോവുക. എനിക്കൊരു 3 മിസ്റ്റേക്ക് ബുക്കൊക്കെ വരെ ഉണ്ടായിരുന്നു, ഈ ഡൗട്ടും ഒക്കെ എഴുതി ഇഷ്ടം പോലെ ബുക്സും. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസുമായിട്ടാണ് നിങ്ങൾ മുന്നിൽ പോകുന്നത്. അപ്പം ഈ അവസാനം ആകുമ്പോഴത്തേനും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ മുഴുവനായിട്ടും പഠിച്ചിട്ടും പോകാൻ ആർക്കും പറ്റത്തില്ല. എല്ലാവരും നമ്മളെപ്പോലൊക്കെ തന്നെയാണ്, എല്ലാവരും നമ്മളെപ്പോലെ തന്നെ എക്സാംസ് എഴുതി വന്നവരാണ്, എല്ലാവരും മുന്നോട്ട് പോകുന്നത് നമ്മളെപ്പോലെ തന്നെയാണ്. അപ്പം നിങ്ങളായിട്ട് ടെൻഷൻസ് ഉണ്ടാക്കി നിങ്ങളുടെ എക്സാംസിനെ നശിപ്പിക്കാതിരിക്കുക. ഇവിടുത്തെ ഒരു പ്രിപ്പറേഷൻ അത് തന്നെ മതിയാവും നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 690 മുന്നോട്ട് വരുന്ന എല്ലാവരും ഏകദേശം ഒരേ നോളജ് ഉള്ളവരും ഒരേപോലെ എക്സാംസ് എഴുതിയവരുമാണ്. പക്ഷെ അവരിൽ ഈ വ്യത്യാസം ഉണ്ടാക്കുന്നത്, റാങ്കിന് വേരിയേഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അന്നത്തെ ദിവസത്തെ ടെൻഷനും നിങ്ങൾ എത്രത്തോളം കൂളായി പോയിരുന്ന എക്സാം എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ റാങ്കിനെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നീറ്റ് എക്സാമിന് ലാസ്റ്റ് ഇയറും എഴുതിയായിരുന്നു, ഈ വർഷം എഴുതിയായിരുന്നു. 2 വർഷം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഒന്നും കൂടി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പോയത് ഈ വർഷമാണ്. അപ്പോൾ ഇനി 2025 നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഏറ്റവും നന്നായിട്ട് എഴുതുക, ഏറ്റവും കൂളായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി നിങ്ങളോട് സംസാരിക്കാൻ എത്തുന്നത് 710 മാർക്കുമായി എയ്ബേൽ ബിജു. ഏറ്റവും സന്തോഷമുള്ള നിമിഷത്തിലാണ് നമുക്ക് വാക്കുകൾ കിട്ടാതെ പോകുന്നത്. ഇതുപോലെ നിങ്ങളെ പോലെ പേടിച്ചരണ്ട ഏതൊക്കെയോ ഓഡിറ്റോറിയത്തിലിരുന്ന എയ്ബേൽ ബിജു ഇന്ന് തലയിലെത്തിപ്പിടിച്ച് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതിന്റെ സന്തോഷത്തിന്റെ വാക്കുകളില്ലായ്മയാണ്. അത് സന്തോഷത്തിന്റെയാണ്, അഭിമാനത്തിന്റെയാണ്. ആ സന്തോഷമാണ് ഞാൻ കാണുന്നത്. നല്ലൊരു കൈയടി. പഠിക്കുമ്പോ പരീക്ഷ എഴുതുന്ന നിമിഷത്തില് ഇതുപോലൊരു സ്വപ്നം ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്ന വിചാരിച്ചിരുന്നോ? അപ്പം ഞാൻ വിചാരിച്ചില്ലായിരുന്നു. മാർക്ക് നല്ലതായിരിക്കും പരീക്ഷ എക്സാം കഴിഞ്ഞപ്പോൾ അറിയാമായിരുന്നു. പക്ഷെ ഇതുപോലെ കിട്ടുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോ ഇവരെയൊക്കെ കാണുമ്പോ ഒറ്റ വാക്കിൽ എന്ത് പറയണമെന്ന് അറിയാതൊരു നിപ്പല്ലേ ഇത്. എന്നാലും എന്ത് പറയാൻ തോന്നുന്നു? ഈ ഒരു പ്രകടനം ശരിക്കും വികാര പ്രകടനത്തിന്റെ അത്യുന്നതയിലാണ്, സന്തോഷത്തിന്റെ, അഭിമാനത്തിന്റെ. നാളെ ഈ മുഖമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരേണ്ടത്. ഇനി അടുത്തതായി ഞാൻ സംസാരിക്കാൻ നിങ്ങളടുത്തേക്ക് എത്തുന്നത് ചിദാനന്ദ് ആണ്. ചിദാനന്ദ് ജെ. എല്ലാവർക്കും കേൾക്കാറ്. എൻ്റെ പേര് ചിദാനന്ദ്. ഞാൻ പള്ളിക്കത്തോട് ബാച്ചിലാണ് പഠിച്ചത്, ഫസ്റ്റ് റേക്കാണ്. നിങ്ങളാരും ഇവിടെ പള്ളിക്കത്തോട് ബാച്ച് കേട്ട് കാണിട്ടില്ല. ഞങ്ങൾ അവിടുത്തെ 3ാമത്തെ ബാച്ചാണ്. അപ്പോൾ എനിക്ക് ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം എനിക്ക് താങ്ക്സ് പറയുന്നത് എൻ്റെ അച്ഛനോടും അമ്മയോടും ചേച്ചിയോടുമാണ്. ഇവർ 3 പേരും കാരണമാണ് ഞാൻ എപ്പോഴും നിൽക്കുന്നത്. മൂന്ന് പേർക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല, പക്ഷെ ഒരു കേൾക്കുന്നുണ്ടായിരിക്കും. പിന്നെ എനിക്ക് അതും കഴിഞ്ഞിട്ട് പറയാനുള്ള ഞങ്ങളുടെ സെന്ററിന്റെ കോർഡിനേറ്റർ സജീവ് സാർ ഇവിടെ ഉണ്ട്. സജീവ് സാറിന് എനിക്കൊരു ഭയങ്കര വലിയൊരു താങ്ക്സ്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ക്ലാസ് ടീച്ചേഴ്സ് എല്ലാവരും ഓരോരുത്തരായിട്ട് പേര് വിളിച്ച് പറയാൻ അനൂപ് സാറ്, മരിയ ടീച്ചർ, സരിത ടീച്ചർ, പിന്നെ ഞങ്ങൾ ദീപൻ സാറുണ്ട്. ഒരു വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുപോയതാണ്. ഇവരോട് എല്ലാവരും എനിക്കൊരു താങ്ക്സ് പറയുന്നുണ്ട്. ഇനി നിങ്ങളാരും പള്ളിക്കത്തോട് പേര് പറഞ്ഞിട്ടില്ല. പിന്നെ പഠിത്തത്തിൻ്റെ കാര്യം പറയുമ്പോഴേക്കും എനിക്ക് ആകെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കണം. പഠിക്കുന്നത് ഒരിക്കലും ഒരു ചടങ്ങല്ല. നമ്മളത് ഒരു ക്യൂരിയോസിറ്റി വേണം. എന്ത് സാധനം വന്നാലും ആ ഒരു കൗതുകം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പുറകോട്ട് മാറില്ല. എത്ര വീണാലും നമ്മൾ അപ്പം തന്നെ എഴുതിയിട്ട് വന്നത്. എനിക്ക് 695 മാർക്ക്. ഇതുവരെയായിട്ട് 700 കിട്ടിയിട്ടില്ല. മോഡൽ എക്സാമിൽ പോലും 699 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ റിവൈസ് വന്നപ്പോഴേ എനിക്ക് 695 വന്ന്.
പക്ഷെ എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ ചെയ്തു, ബാക്കിയെല്ലാം ദൈവം എനിക്ക് തന്നു. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യണം. അത് എനിക്ക് റിസൾട്ട് എല്ലാം വരുന്നത് പോലെ വന്നോളൂ. അത്രയോളം എനിക്ക് പറയാം. താങ്ക് യു. ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് മുഹമ്മദ് നബീൽ. എൻ്റെ പേര് നബീൽ. ഞാനിങ്ങനെ സ്റ്റേജിലൊന്നും അധികം സംസാരിക്കാത്ത ആളാണ്. പക്ഷെ എന്നിട്ടും ഞാൻ ഈ സംസാരിക്കാൻ കാരണം ഈ ഒരു സന്തോഷവും അതുപോലെ ഒരു പ്രൗഡും ഒക്കെ ആയതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു റാങ്ക് പ്രതീക്ഷിച്ചൊന്നല്ല ഈ ബ്രില്യൻ്റേക്ക് വരുന്നത്. എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയൊരു കോളേജ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ലെവലിലേക്ക് ഇന്ന ബ്രില്യൻ്റ് വളർത്തിയാണ്. അതിന് പിന്നിൽ എല്ലാവരുടെ പ്രയത്നങ്ങളുമുണ്ട്. എസ്പെഷ്യലി സാറ്, പ്രതീഷ് സാറ് ഞങ്ങൾ ക്ലാസ് ടീച്ചറായിരുന്നു. പിന്നെ വാർഡന്മാർ ടോം സാറ്, അഷിൽ സാറ്, പിന്നെ കോർഡിനേറ്റേഴ്സ് എല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എന്ത് പ്രശ്നം വന്നാലും ഒരു വിഷയമല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഉഷാറാവുക. ഒരിക്കലും നമ്മൾ തളർന്നു പോകരുത്. കാരണം ഇപ്പോൾ കിട്ടുന്ന മാർക്കൊന്നും ഒരു ഫൈനലായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അനുഭവങ്ങളുണ്ട്. കാരണം മാർക്ക് കുറച്ച് കിട്ടുന്നവർക്ക് കൂടി കിട്ടുന്നുണ്ട്, കൂടി കിട്ടുന്ന ആൾക്കാർക്ക് മെയിൻ എക്സാം വരുമ്പോൾ കുറഞ്ഞ് കിട്ടുന്നുണ്ട്. അതൊക്കെ ഒരു ഡിപ്പെൻഡ്, ഒരു ഭാഗ്യവും അപ്പോഴത്തെ ഒരു മൈൻഡും ഒക്കെ അത്യാവശ്യം കൂളായിരിക്കുക. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരു ഷോർട്ട് നോട്ട് ഒരു അത്യാവശ്യം ഒരു കാര്യമാണ്. കാരണം ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു സംഭവം മനസ്സിലാവില്ലെങ്കിലും ഒരു മോഡൽ എക്സാം വരുമ്പോൾ നമുക്ക് വളരെ രീതിയിൽ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മാക്സിമം ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ബുക്ക് എടുത്തിട്ട് അത്യാവശ്യം ഇക്വേഷൻസും ചെറിയ ചെറിയ തിയറികളൊക്കെ, ഇമ്പോർട്ടൻ്റ് ആയ തിയറികളൊക്കെ ജസ്റ്റ് നോട്ടിൽ എഴുതിയേക്കുക. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് പിന്നെ വെറുതെ മാറ്റിയതിൻ്റെ ആവശ്യം വരില്ല. ആ ക്ലാസ്സിൽ തന്നെ നമുക്ക് ഷോർട്ട് നോട്ടുമായി, ലെക്ചർ നോട്ടുമായി, എല്ലാം ആയി. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾക്ക് കഴിയെങ്കിൽ നോക്കുക. പിന്നെ പറയാനുള്ള ഈ നമ്പേഴ്സ്, അതുപോലെ ഓരോ ഡേറ്റുകൾ ഉണ്ടാവും ബയോളജി, അതൊക്കെ നിങ്ങൾ ഒരു പേപ്പറിലേക്ക് ആദ്യം മുതൽ എഴുതാണ്. അതായത് ഒരു പാഠം എടുക്കുമ്പോൾ ആ പാഠത്തിൻ്റെ നമ്പേഴ്സ് എഴുതുക, അടുത്ത പാഠം എടുക്കുമ്പോൾ അടുത്ത നമ്പേഴ്സ് എഴുതുക. അപ്പോൾ ഒരു പേജ് മൊത്തം എഴുതിയിട്ട് കയ്യെങ്കിൽ അവിടെ ഒട്ടിച്ചേക്കുക. ഒട്ടിച്ചാലൊന്നും ആരും വായിക്കില്ല, വേറെ കാര്യം. അപ്പോൾ മാക്സിമം അങ്ങനെ നമ്പേഴ്സൊക്കെ ഇപ്പം തന്നെ എഴുതി വെക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടും പിന്നെ നമ്മൾ ടെൻഷൻ ആവും. കാരണം ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടാവും, നമ്മൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ടെൻഷൻ ആവും പിന്നെ. അപ്പോൾ കഴിയുന്നതും അങ്ങനെ ചെയ്യുക. ഇനി ബയോളജി എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും കാണാതെ പഠിക്കരുതെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ബയോളജിയിലും ചെറുതായിട്ടെങ്കിലും കോൺസെപ്റ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ കാരണങ്ങൾ, എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴൊക്കെ ഇപ്പോൾ പല കാരണങ്ങളുണ്ടാവും അതിൻ്റെ ബാക്കിൽ. അത് നിങ്ങൾ ജസ്റ്റ് ബുക്ക് എടുത്ത് വായിക്കുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് തോന്നുന്നത് ഒരു ക്ലാസ് കാണുമ്പോൾ അത് നമ്മളൊപ്പരം വരിക ചെയ്യുക. കാരണം ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കണക്ഷൻസ്, വേറെ ചാപ്റ്റേഴ്സിലുള്ള കണക്ഷൻസും കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല. നമ്മൾ ജസ്റ്റ് കാണാപാഠം ഇങ്ങനെ പഠിച്ചു പോവുക ചെയ്യുക. കാരണം ഇവിടുത്തെ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, ഒരു മനസ്സിൽ ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ ബയോളജി ക്ലാസ് സ്കിപ്പ് ചെയ്ത് വായിക്കുക എന്നുള്ള എൻ്റെ രീതിയിൽ ഒരു നല്ല ഓപ്ഷനായി ഞാൻ പറയൂല. കാരണം അത് നമ്മൾ പിന്നെ മറന്നു പോകും, പിന്നെ വായിക്കേണ്ട ആവശ്യം വരും. മറ്റേതാണെങ്കിൽ ഓക്കെയാണ്, നമുക്ക് സീനൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം മനസ്സിൽ ഓർമ്മ ഉണ്ടാവും. പിന്നെന്താ, അത്ര തന്നെ. അപ്പോൾ എല്ലാവരും ഉഷാറായി പഠിക്കുക, സീനൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊരു റാങ്കിലേക്ക് നമ്മളെത്തും, നമ്മൾ പ്രതീക്ഷിക്കില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയാണ്. താങ്ക് യു. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നത് ജലീഷ ബബ്നു, 711 മാർക്ക്. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ജലീഷ ബബ്നു. കഴിഞ്ഞ തവണ ഇവിടെ ഇതേ ബ്ലോക്കിൽ നിങ്ങൾ ഇരുന്ന ക്ലാസ്സിലൊക്കെ ഇരുന്ന് പഠിച്ചതാണ് ഞാനും. വന്ന സമയത്ത് ഇതുപോലെ ടെൻഷൻ ഉണ്ടായിരുന്നു, സങ്കടങ്ങൾ ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് മാറി നിന്ന് ആ ബുദ്ധിമുട്ടുകളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും നിങ്ങൾ തളരരുത് എന്നാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ എൻ്റെ കൂടെ താങ്ങും തണലുമായി നിന്ന എൻ്റെ പേരൻസിനും എൻ്റെ ബ്രില്യൻ ടീമിനും എൻ്റെ ഫ്രണ്ട്സിനും നന്ദി പറയുന്നു. പിന്നെ അതിലുപരി നന്ദി പറയാനുള്ളത് ദൈവത്തിനോടാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥന ഒരിക്കലും കൈവിടരുത്. എന്നും നമ്മുടെ കൂടെ നല്ല റിസൾട്ട് തരാനും സങ്കടങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരാനും ദൈവത്തിൻ്റെ തുണയുണ്ടാവണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ വേണം. പിന്നെ
ടെൻഷൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ടെൻഷൻ അടിക്കരുത് പറയാൻ എളുപ്പമാണ്. ഞാനും നല്ല ടെൻഷൻ അടിച്ചിരുന്ന ആൾ തന്നെയാ. അപ്പോൾ മാക്സിമം അതിനെ ഒഴിവാക്കാൻ നോക്കുക. ഞാൻ ടെൻഷൻ ഒഴിവാക്കാൻ എന്താ വെച്ചാൽ എന്നും വീട്ടിൽ വിളിക്കുമ്പോൾ ഉപ്പിമ്മയും പറയും, ടെൻഷൻ അടിക്കരുത്, ടെൻഷൻ അടിച്ചൊന്നും കളയാൻ പാടില്ല. നമ്മൾ മാക്സിമം പഠിക്കുക, അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടും ലാസ്റ്റ് ആകുമ്പോഴത്തേന്. പിന്നെ പഠിച്ചതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഡെയിലി എടുക്കുന്ന അന്നന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഷോർട്ട് നോട്ട് പറ്റുന്നവർ അന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. അന്നെടുത്ത തിയറി എന്നുള്ള ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് 2-3 ചെയ്ത് നോക്കുക. കാരണം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ തിയറി നമുക്ക് പക്കയാവുക. എന്നാൽ തിയറി വിട്ടിട്ട് ഒരിക്കലും ക്വസ്റ്റ്യനിൽ മാത്രം ഇരിക്കുന്നതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം കൺസെപ്റ്റ് ക്ലിയർ ആയാലേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എക്സാംസ് ഒക്കെ മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യുക. പിന്നെ മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നത് സ്റ്റിക്കി നോട്ടിൽ എഴുതിയായിരുന്നു. സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ മുന്നിലുള്ള വാളിൽ പേസ്റ്റ് ചെയ്ത് വെക്കും. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരു 2-3 തവണ കാണുമ്പോൾ തന്നെ നമ്മളത് മൈൻഡിൽ ഉറച്ചിട്ടുണ്ടാവും. പിന്നെ ഫോർമുല ബുക്ക് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് മോഡൽ എക്സാം ആകുമ്പോഴാണ് ഏറ്റവും അധികം യൂസ്ഫുൾ ആവുക. ഒന്ന് മറിച്ച് നോക്കാനൊക്കെയുള്ള സമയം ഉണ്ടാവുള്ളൂ പല യൂണിറ്റും കോംബോ ആയി വരുമ്പോൾ. പിന്നെന്താ, അത്രയൊക്കെ തന്നെ. അടുത്ത വർഷം നിങ്ങൾക്കും ഈ വേദിയിൽ നിൽക്കാൻ പറ്റട്ടെ. പിന്നെ ഒരു കാര്യം പറയല്ല, കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്ന സമയത്ത് ഇതുപോലൊരു പ്രോഗ്രാം സെറ്റ് ചെയ്തിരുന്നു. അന്ന് ഇതുപോലെ ഞങ്ങൾ ഇരിക്കുന്ന പോലെ കുറെ പേരിരുന്ന് ഇതുപോലെ സംസാരിച്ചൊക്കെ ചെയ്തിരുന്നു. അന്ന് ഞാൻ ഉറപ്പിച്ചതാണ് അടുത്ത തവണ ഞാനും കയറുമെന്ന്. ദൈവത്തിന്റെ സഹായത്താൽ എനിക്ക് കയറാൻ സാധിച്ചു. എല്ലാവരോടും നന്ദി പറയുന്നു. അടുത്തതായി നിങ്ങളോട് സംസാരിക്കാൻ എത്തുന്നു റന ഫാത്തിമ, 710 മാർക്ക്. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പം ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ജലീഷ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഇതേ ഒരു പ്രോഗ്രാം ഇവിടുന്ന് കണ്ട് അന്ന് അവരുടെ പേരൻസ് എൻ്റെ മുഖത്തുള്ള ആ സന്തോഷം കണ്ടപ്പോൾ അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ചായിരുന്നു എൻ്റെ പേരൻസിനെ എനിക്ക് ഇതേപോലെ ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് കാണാൻ എനിക്ക് കഴിയണമെന്നുള്ളത്. എൻ്റെ ഉപ്പാനെ എനിക്ക് ഇന്ന് കൊണ്ടുവരാൻ പറ്റിയില്ല, പക്ഷേ എനിക്കിന്ന് എൻ്റെ ഉമ്മാനെ കൊണ്ടുവരാൻ പറ്റി. അന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാനിവിടെ എത്തുമെന്ന്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ അത്രയും ആഗ്രഹിച്ച് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും, ഒരുപാട് വിഷമങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്താൽ അത് നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ബ്രില്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 നീറ്റ് എക്സാം എഴുതുമ്പോൾ ഞാൻ എപ്പോൾ ആഗ്രഹിക്കൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നല്ലത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റുന്നായിരുന്നു. പക്ഷേ ബ്രില്യൻ്റിൽ വന്നപ്പോൾ ഇവിടുത്തെ ഓരോ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിനും ഏതെല്ലാം ക്വസ്റ്റ്യൻസ് വരും അതെല്ലാം ഓരോ എക്സാംസ് വഴി മനസ്സിലാവും. അപ്പം ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ഓരോ എക്സാംസിലും വരുന്ന മിസ്റ്റേക്സ് ആയിരിക്കും നമ്മുടെ നീറ്റ് എക്സാമിൽ നമ്മുടെ വെപ്പൺ. കാരണം നമ്മൾ ഓരോ തെറ്റുകൾ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നീറ്റ് എക്സാമിലുള്ള ഓരോ മാർക്ക് നമ്മളിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇവിടുത്തെ ഒരു എക്സാംസ് പോലും മിസ് ചെയ്യരുത്. വീക്കിലി ആയാലും A+ എക്സാം ആയാലും മോഡൽ എക്സാം ആയാലും എല്ലാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. പിന്നെ മാക്സിമം എൻജോയ് ചെയ്ത് പഠിക്കുക. ഒരിക്കലും ടെൻഷൻ അടിക്കാൻ പാടില്ല. നമ്മൾ റിസൾട്ട്സിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ടെൻഷൻ വരുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ഇപ്പം എന്താണോ പഠിക്കുന്നത് അത് മാക്സിമം വൃത്തിക്ക് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവരും അടുത്ത വർഷം നല്ല ഉഷാറായി എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. അടുത്തതായി നിങ്ങളോട് സംസാരിക്കാൻ എത്തുന്നു ആഹിൽ ഈശൻ, 710 മാർക്ക്. നമസ്കാരം, എൻ്റെ പേര് ആഹിൽ ഈശാൻ. ഞാൻ ഇവിടെ R3 ബാച്ചിലാണ് പഠിച്ചത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ദൈവത്തിനോട് നന്ദി പറയാനാണുള്ളത്. പിന്നെ എന്നെ 500 എന്നുള്ള കഴിഞ്ഞ വർഷം 2023 നിന്നും 700+ എന്നെ എത്തിച്ചു തന്ന ബ്രില്യൻ്റ് ഫാമിലിക്ക് എൻ്റെ ഹൃദയം തന്നെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. മോഡൽ എക്സാംസിൻ്റെ സമയത്ത് എനിക്ക് കുറേ പ്രാവശ്യമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് മാർക്ക് കിട്ടുമായിരുന്നു ലാസ്റ്റിലേക്ക്. അപ്പം ഞാൻ ചെറുങ്ങനെ ടെൻഷൻ അടിച്ചു. കാരണം ഇതിൽ നിന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂലേ എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അന്ന് എന്നെ സഹായിച്ച 2 ആൾക്കാരാണ് കോർഡിനേറ്റർ പ്രദീപ് സാറും പിന്നെ നായറാണി മിസ്സും. എന്നെ കുറേ പ്രോത്സാഹിപ്പിച്ച് അത്രയും മുന്നോട്ട് എന്നെ കൊണ്ടുവരാൻ സഹായിച്ചു.
അവർക്ക് എൻ്റെ ഹൃദയമെന്ന നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ പഠനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത്. ചില ദിവസങ്ങൾ നമുക്ക് മൂഡ് ഓഫ് ഉണ്ടാവും, ഇന്ന് പഠിച്ചാൽ ഒന്നും തലയിൽ കയറില്ല എന്നുണ്ടാവും. പക്ഷെ അന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പുസ്തകം എടുത്ത് മുന്നിൽ വെക്കുക, വായിച്ചു നോക്കുക, പഠിക്കാൻ നോക്കുക. ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീറ്റ് ക്രാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ 720 എത്തുന്നത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു മെയിനായിട്ട് പറയാനുള്ളത്, പഠിക്കുമ്പം ചാപ്റ്റേഴ്സ് കാറ്റഗറൈസ് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, ആദ്യത്തെ 1D 2D ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, പവർ, അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഒരു സെറ്റാക്കി വെക്കുക. പിന്നെ തെർമൽ പ്രോപ്പർട്ടീസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് വേറൊരു സെറ്റാക്കി വെക്കുക. മോഡേൺ ഫിസിക്സ് വേറൊരു സെറ്റാക്കി വെക്കുക. ഇൻഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചാപ്റ്റേഴ്സ് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ കൂടുതൽ നമ്മളുടെ മനസ്സിൽ അത് ഉറച്ചു നിൽക്കും. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അല്ലെങ്കിൽ 2 ചാപ്റ്റേഴ്സ് കമ്പൈൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോഴൊക്കെ നമുക്കത് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത വർഷം നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും ഉന്നത വിജയം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു. ഹായ്, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. ആദ്യമായി എന്നെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ച എൻ്റെ ഓരോ ചുവടുകളും സസൂക്ഷ്മം വീക്ഷിച്ച് എൻ്റെ കൈത്താല ഓരോ മിസ്റ്റേക്സും പറഞ്ഞു തന്ന് മുന്നോട്ടേക്ക് എന്നെ ജയിപ്പിച്ച എൻ്റെ രക്ഷിതാക്കൾ, അതുപോലെ തന്നെ കൂടെ പറയേണ്ടതാണ് ബ്രില്യൻ്റ് ടീമാംഗങ്ങൾ, ക്ലാസ് ടീച്ചർ അജിത് സാർ ഉൾപ്പെടെ. എൻ്റെ ഹോസ്റ്റൽ വാർഡിൽ കൂടെയായിരുന്നു അജിത് സാർ. എൻ്റെ എല്ലാ ഉയർച്ചകളിലും വീഴ്ചകളിലും സാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പേരെടുത്ത് പറയുന്നത് സാർ തന്നെയാണ്, ഡയറക്ടറായ സ്റ്റീഫൻ സാർ. എൻ്റെ കൂടെ ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ എന്താ പറയുക ആവേശത്തിനും മുന്നേറ്റത്തിനെല്ലാം എനിക്ക് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത്, ഈ ബ്രില്യൻറ്റിൽ നിന്ന് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഓരോ വീക്കിലി എക്സാമുകൾക്ക് ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് നൽകപ്പെടും. അപ്പോൾ ആ ടോപ്പിക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ കഠിനമായി പഠിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യണം. പക്ഷേ ആ സമയത്ത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഡെയിലി ടോപ്പിക്സ് പഠിക്കാതെ പോകുന്നത്. അങ്ങനെ എൻ്റെ അറിവിൽ തന്നെ കുറേ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ലാസ്റ്റ് പെൻഡിങ് വെച്ച് ബുദ്ധിമുട്ടായി പോകാറുണ്ട്. അങ്ങനെ നിങ്ങളായി പോകരുത്. ഡെയിലി ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യണം. കൂടെ വീക്കിലി എക്സാമിനേക്കുള്ള നിങ്ങൾ ഓരോ ദിവസവും അംശാംശമായി പഠിച്ച് പിന്നെ ലാസ്റ്റ് സൺഡേ നിങ്ങൾക്ക് എന്തായാലും ഹോളിഡേ ആയിട്ടുണ്ടാവും. അപ്പോൾ അന്ന് കുറച്ചുകൂടി സ്ട്രോങ് ആയി ആ എക്സാം നിങ്ങൾ അഭിമുഖീകരിക്കണം. പിന്നെ ഓരോ വീക്കിലി എക്സാമുകൾ നിങ്ങൾ കടന്നു പോകുമ്പോഴും ചിലപ്പോൾ നിങ്ങൾ മാർക്ക് കുറഞ്ഞു പോകും. കൂടുതൽ മാർക്ക് കിട്ടിയാൽ പറയണ്ടല്ലോ അത് നിങ്ങൾ ഫുള്ളായി എന്ന് നിങ്ങൾ കരുതരുത്, അതെല്ലാവരും പറയുന്നതാണ്. പക്ഷെ മാർക്ക് കുറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് പറയുന്നത് അക്സെപ്റ്റ് ദ മിസ്റ്റേക്സ്. അതിലുള്ള മിസ്റ്റേക്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് അത് തിരുത്തിയാലേ അടുത്ത എക്സാമുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ചവിട്ടുപടി കൃത്യമായ സ്ഥാനത്ത് നമുക്ക് വെക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയുന്നത്, ഇന്ന് നിങ്ങളെ ബ്രില്യൻ്റ് ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അതിൻ്റെ പ്രഥമ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ. അതായത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികൾ ഇവരെല്ലാം നിങ്ങളോട് അതായത് ഇപ്പോൾ മിസ്റ്റേക്സിനോട് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഡെയിലി ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ വീക്ക്ലി എക്സാംസ് ഒറ്റ എക്സാം പോലും അറ്റൻഡ് ചെയ്യാതെ പോകരുത്, ഓഫ്ലൈനായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ പരിഗണിക്കണം. കാരണം എനിക്കൊരു എക്സാമ്പിളായിട്ട് പറയാം. എൻ്റെ താത്ത ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിക്കുന്നു. അവളുടെ എക്സ്പീരിയൻസ് എന്നുള്ള എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് കുറേയൊക്കെ എൻ്റെ പഠന രീതികൾ എനിക്ക് മാറ്റാൻ സാധിച്ചു. എൻ്റെ ഓരോ പഠനത്തിൻ്റെ വഴികൾ നമ്മൾ അറിയാത്ത കുറേ വാതിലുകൾ ഉണ്ടാവും, അതെല്ലാം തുറന്നു കിട്ടും. ഒബ്വിയസ്ലി ഒരാളെ കൊണ്ടും ഒറ്റക്കൊരു കാര്യം നേടിയെടുക്കാൻ കഴിയുകയില്ല. നമുക്ക് നമ്മുടെക്കാൾ എക്സ്പീരിയൻസ് ആയിട്ടില്ല. അപ്പോൾ ബ്രില്യൻ്റ് 41 years എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ ഡയറക്ടേഴ്സ്, കോർഡിനേറ്റേഴ്സ്, ക്ലാസ് ടീച്ചേഴ്സ്, ഹോസ്റ്റൽ വാർഡേഴ്സ് അങ്ങനെ അവർക്കൊക്കെ കുറേ എക്സ്പീരിയൻസ് ആയിട്ടിരിക്കുമ്പോൾ
അവർക്ക് കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ടാകും. അവർ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ എന്താ പറയുക മനസ്സിലാക്കി അതിനെ വിശ്വസിച്ച് മുന്നോട്ട് ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതുപോലൊരു വിക്ടറി ഡേയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു വിക്ടറി നിങ്ങൾക്കും കരസ്ഥമാക്കാൻ കഴിയും. നിങ്ങൾ അടുത്ത വർഷം ഇവിടെ എത്തട്ടെ എന്ന് ആശംസിച്ച് ഞാൻ നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി നിങ്ങളോട് സംസാരിക്കാൻ ഹാനിയ ശർമൻ PK 705 മാർക്ക്. ഹായ്, എൻ്റെ പേര് ഹാനിയ ശർമൻ. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബേസിക്സ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. കാരണം ബേസിക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എത്ര വലിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴുള്ള ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് തിയറി അറിയാത്തത് പോലും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം പഠിക്കുന്നുണ്ട്. ഇത് മോഡൽ എക്സാമിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീക്കിലി എക്സാം നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ എല്ലാ ഡെയിലി ടോപ്പിക്സൊക്കെ ഡെയിലി തന്നെ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. ഞാൻ ബയോളജിക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാറില്ലായിരുന്നു, മാക്സിമം വായിക്കായിരുന്നു ചെയ്തിരുന്നത്. കാരണം ബയോളജിക്ക് കുറച്ച് വീക്കായിരുന്നു, ഞാൻ കുറച്ച് വീക്കായിരുന്നു, പെട്ടെന്ന് മറന്നു. അതുകൊണ്ട് തന്നെ ബയോളജി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. പിന്നെ ഫിസിക്സ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ടാണ് തോന്നുന്നത്. കാരണം ചെറുപ്പം മുതൽ മാത്സ് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഫിസിക്സ് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇൻട്രസ്റ്റോടെ നിങ്ങൾ പഠിക്കുക, പഠിച്ച് മാർക്ക് വാങ്ങാം. അടുത്ത വർഷം നിങ്ങളും ഈ ഒരു പൊസിഷനിൽ നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പാരൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഡ്രീം പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ പഠിപ്പിക്കാൻ നിങ്ങളുടെ ഫാക്കൽറ്റീസ് ഉണ്ടാവും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഡയറക്ടേഴ്സ് ഉണ്ടാവും. എനിക്ക് എമറാൾഡ് ഹോസ്റ്റലായിരുന്നു. അപ്പോൾ ജോർജ് സാറ് അവിടെ എ ബ്ലോക്കിലും വന്ന് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും, എമറാൾഡിലും വന്ന് സാറ് അത്യാവശ്യം നന്നായിട്ട് ഞങ്ങളോട് നിങ്ങൾക്ക് പറ്റും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറിനോട് ഞാൻ താങ്ക്സ് പറയാണ്. പിന്നെ എൻ്റെ പാരൻസിനോടും എനിക്ക് ഭയങ്കര വലിയ താങ്ക്സ് ആണ് പറയാനുള്ളത്. വേറെ ഒന്നും എനിക്ക് പറയാൻ കിട്ടുന്നില്ല. കാരണം അവർ അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ഒരിക്കലും ഇങ്ങനൊരു സ്റ്റേജിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചല്ല, ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് ആഗ്രഹിച്ചതാണ്. ബട്ട് ഈ ഒരു മാർക്കിൽ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണിത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലൊരു മൊമെൻ്റ് വരട്ടെ ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. അടുത്തതായി നിങ്ങളോട് സംസാരിക്കാൻ എത്തുന്നു വിസ്മയ K മധു 705 മാർക്ക്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് തന്നെ എല്ലാവർക്കും നന്ദി പറയുന്നു, ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇവിടെ ഇങ്ങനെ ഒരു അനുമോദന ചടങ്ങ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു പരിപാടിയാണെന്നൊന്നും ഞാൻ വിചാരിച്ചില്ലായിരുന്നു. സന്തോഷം. പിന്നെ ഞാൻ ഇതുപോലെ കഴിഞ്ഞ കൊല്ലം റിപ്പീറ്റേഴ്സ് ബാച്ചിന് ജൂലൈ ബാച്ചിലായിരുന്നു ചേർന്നത്. അവിടെ ക്ലാസ്സിനായിട്ട് എന്നെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടാൻ പോകുന്ന വഴിക്ക് ഞാൻ ഇനി തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ വന്നത്. അത് പക്ഷേ ഡോക്ടറായിട്ടല്ല, ഞാൻ നഴ്സിങ്ങിന് പോകണമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഒരു നഴ്സിംഗ് അഡ്മിഷൻ കിട്ടും, തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്. പിന്നീട് അവിടുത്തെ ഫാക്കൽറ്റീസും അതുപോലെ തന്നെ അവിടുത്തെ ഞങ്ങളുടെ ബിബിൻ സാറും പിന്നെ ക്ലാസ് ടീച്ചറായ അനില മിസ്സും എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരും തന്ന ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ അവസാനം വരെ ഇങ്ങനെ നിന്നതും ഇങ്ങനെ നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചതും. കഴിഞ്ഞ കൊല്ലം എനിക്ക് 453 മാർക്ക്. അതിൽ നിന്ന് ഞാൻ ഈ പ്രാവശ്യം 705 എത്തിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെയൊക്കെ വന്ന് നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഹോസ്റ്റലിൽ റൂമിൽ ബാത്റൂമിൽ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെയൊക്കെ നമ്മൾ അഭിനയിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ നേരിട്ട് വന്ന് നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെന്താ, വീട്ടുകാരെ പാരൻസിനെ പ്രൗഡാക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പം അത് സാധിച്ചു. ഇപ്പോൾ വീട്ടിലും അതുപോലെ തന്നെ ഫാമിലിയിലും നാട്ടിലൊക്കെ ആദ്യമായിട്ട് ഇനി ഞാനാണ് ഡോക്ടറാവാൻ പോണത്. അങ്ങനെ വളരെയധികം ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് പഠിക്കുക, പറ്റണ പോലെ പഠിക്കുക. ഇപ്പോഴേ റാങ്കിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട, മാർക്കിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് ബോധർ ചെയ്യേണ്ട, പറ്റണ പോലെ പഠിക്കുക. പിന്നെ ഷോർട്ട് നോട്ടുകളൊക്കെ തയ്യാറാക്കുക. ഈ ഫിസിക്സിൻ്റെ ഒക്കെ കേസിൽ NCERT വായിക്കണം എന്നൊക്കെ പറയുമല്ലോ, അതത്ര സുഖമുള്ള കാര്യമല്ല ഫിസിക്സിൻ്റെ കേസിൽ. പക്ഷെ അത് ജസ്റ്റ് വായിക്കുക, അത് നമുക്ക് അവസാനം വായിച്ചു എന്നൊരു കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങളുടെ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ തരുന്ന ലെക്ചർ നോട്ടോ അല്ലെങ്കിൽ ഇവർ തരുന്ന ലെക്ചർ നോട്ടോ അത് മാത്രമാക്കണ്ട.
ഈ NCERT-യിൽ നിന്ന് കിട്ടുന്നതും അതുപോലെ തന്നെ നിങ്ങൾ വേറെ എക്സ്ട്രാ വല്ല ബുക്കുകളൊക്കെ വായിക്കുകയാണെങ്കിൽ എല്ലാം കൂടി കൂട്ടി ഒരു ചാപ്റ്ററിന് ഒരു ഷോർട്ട് നോട്ട് അങ്ങനെ തയ്യാറാക്കുക. പല പല ബുക്കുകളും വായിച്ച് പല പല ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പിന്നെ അവസാനം നമുക്ക് ഇതൊന്നും നോക്കാൻ കിട്ടാൻ സമയം കിട്ടാത്ത അതിനേക്കാളും നല്ലത് എന്തെങ്കിലും ഒന്നെങ്കിലും നോക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുക. ബയോളജിയുടെ കേസിൽ മാക്സിമം NCERT മാത്രം പഠിക്കാൻ നോക്കുക. കാരണം നമ്മൾ വേറെ വേറെ ബുക്കുകളിലേക്ക് പോകുന്നതോറും നമ്മുടെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റിയില്ലല്ലോ അങ്ങനെ അങ്ങനെ ചിന്തകളൊക്കെ വരും. അത് അങ്ങനത്തെ മാക്സിമം ചിന്തകളൊക്കെ ഒഴിവാക്കുക. നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. നമ്മുടെ മാർക്കിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ കൂടെയുള്ളവരുടെ മാർക്കിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്തോറും നമുക്ക് ഭയങ്കര ഒരു കുറ്റബോധം പോലെയൊക്കെ ഇടയ്ക്ക് തോന്നാം. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ അവിടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുറേ പേര് റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇവരൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടേതായ രീതിയിൽ പഠിക്കുകയായിരുന്നു. അല്ലാണ്ട് വേറൊരോരുത്തരുടെ മാർക്ക് നോക്കി അങ്ങനെ ഡൗൺ ആയിട്ടിരിക്കാതെ സ്വന്തം മാർക്ക് നോക്കി നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരുന്നു. അങ്ങനെ അടുത്ത പ്രാവശ്യം ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. അടുത്തതായി നിങ്ങളോട് സംസാരിക്കാൻ എത്തുന്നു നന്ദു P 705 മാർക്ക്. ഹലോ, എൻ്റെ പേര് നന്ദു എന്നാണ്. ഞാൻ Q30 ബാച്ചിലായിരുന്നു, A ബ്ലോക്കിലായിരുന്നു പഠിച്ചത്. ഞാൻ സ്റ്റേജിൽ കയറി സംസാരിക്കുന്ന ആളുകൾ, അതുകൊണ്ട് എനിക്ക് ഫോൺ ടൈപ്പ് ചെയ്യും, അങ്ങനെ കണ്ടു ടൈപ്പും ചെയ്തു. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇന്റൻസിറ്റി അല്ല, കൺസിസ്റ്റൻസിയാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ ഒരു ദിവസം എത്ര ഒരു ഉറങ്ങാണ്ട് പഠിച്ചിട്ടും കാര്യമില്ല. പിറ്റേ ദിവസം നിങ്ങൾ അത്ര പഠിച്ചില്ലെങ്കിൽ അത്ര അതിനോട് കാര്യമില്ല. നിങ്ങൾ എല്ലാ ദിവസവും ഇത്ര ദിവസം കീപ്പ് ചെയ്ത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പഠിക്കുമെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പം ഇനിയിപ്പോൾ മാർക്കില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ലാസ്റ്റ് മോഡൽ എക്സാം ആകുന്നതിന് വന്നുള്ളൂ. കാരണം എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഫസ്റ്റ് ഒന്നും എനിക്ക് അങ്ങനെ മാർക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ എനിക്ക് എങ്ങനെയും ഒരു ക്യാഷ് പ്രൈസ് എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും അത് ഞാൻ പറയില്ലായിരുന്നു. ഞാൻ എങ്ങനെയും ഒരു ദിവസം ഞാൻ ക്യാഷ് പ്രൈസ് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒറ്റ എക്സാം അവരെ ക്യാഷ് പ്രൈസ് എടുക്കാൻ കഴിയില്ല. അത് മോഡൽ എക്സാം ആണ് എനിക്ക് ക്യാഷ് പ്രൈസ് അടിച്ചത്. അന്ന് മാത്രമേ എനിക്ക് 7 മാർക്ക് പോയത്. അത് നമുക്കൊന്നും അത്ര മാർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ കുറച്ച് ഉഴത്തിയായിരുന്നു. പിന്നെ എന്നെ ഡെയിലി മോട്ടിവേറ്റ് ചെയ്യാൻ എൻ്റെ ഹോസ്റ്റൽ വാടുണ്ടായിരുന്നു സാറ്. കാരണം ഹോസ്റ്റലിൽ മെയിൻ തല്ലിപ്പോൾ ഞാൻ തന്നെയായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് പറ്റും, ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവരും തന്നെ പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുക. ഞാനിങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? അതുകൊണ്ട് തന്നെ പറയാം. ഇത്ര മാർക്ക് കിട്ടും ഞാൻ ജീവിതത്തിൽ പോലും വിചാരിച്ചില്ല. ഇത്ര മാർക്ക് കിട്ടും. എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അച്ഛനും കാരണം ഒരുമിച്ച് വന്നത്. അച്ഛനോട് ഞാൻ പറഞ്ഞു എനിക്ക് പ്രാവശ്യം 7 ഒന്നും കിട്ടില്ല ഞാൻ വിചാരിച്ചത്. ഒരു 650 ഒക്കെ ഉറപ്പായിരുന്നു. പക്ഷെ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല ടഫായിരുന്നു. എനിക്കങ്ങനെ ഫീൽ ചെയ്തു, പക്ഷെ അത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 7.5 മാർക്ക് ഉണ്ടായിരുന്നു. നല്ല ദൈവം സഹായിച്ചു. അച്ഛൻ്റെ അമ്മേനെ പ്രാർത്ഥന പറഞ്ഞു. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചറെ പ്രാർത്ഥന പറഞ്ഞു. ക്ലാസ് ടീച്ചറോട് എന്ന് കുറേ പറഞ്ഞായിരുന്നു നല്ലോണം പഠിക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ ആദ്യമായിട്ട് ക്യാഷ് കളിച്ചപ്പോൾ മിസ് പറഞ്ഞായിരുന്നു നിനക്കിതൊക്കെ ആദ്യം പറ്റുമായിരുന്നു, നീ ആദ്യം ഉറപ്പിട്ടായിരുന്നു. അപ്പം അതുപോലെ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ പഠിക്കാൻ സമയത്ത് പഠിക്കും. ഇപ്പോൾ ഇവിടെ ഓരോ പരിപാടിയൊക്കെ വരും. ഈ കഴിഞ്ഞ പ്രാവശ്യം മുതൽ തന്നെ ഇവിടെ ഫെസ്റ്റിവലിൻ്റെ ഒക്കെ വന്നത്. ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എൻജോയ് ചെയ്യുമ്പോൾ പക്കായിട്ട് എൻജോയ് ചെയ്യണം. അത് പിന്നെ കിട്ടൂല. പിന്നെ എൻജോയ് ചെയ്ത് കഴിഞ്ഞ ടൈമിനൊക്കെ നിങ്ങൾ എൻജോയ് കഴിഞ്ഞാൽ ആ ടൈമിനെ പറ്റി നിങ്ങൾ ആ ടൈം പോയല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുക. പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചാൽ പിന്നെ നമ്മൾ ആലോചിക്കുന്ന ആ ടൈമിൽ വേസ്റ്റാ വരുള്ളൂ. എൻജോയ് ചെയ്യുന്ന പക്കായിട്ട് ചെയ്യുക. പിന്നെ ഇവിടെ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഫെസ്റ്റിവലിലേക്ക് ഡാൻസ് കളിച്ചായിരുന്നു. ആരും എൻ്റെ പോയിട്ടായിരുന്നു. ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഡാൻസ് കളിച്ചായിരുന്നു. പിന്നെ അതേപോലെ ഇവിടെ ഹോസ്റ്റലിൽ ഒരു ആറാട്ട് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് രാത്രി വാർഡോട് ചോദിച്ച് പെർമിഷൻ എടുത്ത് രാത്രി ഞാനും എൻ്റെ റൂംമേറ്റ്സൊക്കെ കൂടെ അവിടെ പോയി ഡാൻസ് കളിച്ചായിരുന്നു. പക്ക വൈബായിരുന്നു. എൻജോയ് ചെയ്യുമ്പോൾ പക്ക എൻജോയ് ചെയ്യുക. ആ ടൈം പിന്നെ ആലോചിക്കരുത്. പഠിക്കുന്ന സമയം പക്കായിട്ട് പഠിക്കുക. അത് മാത്രമേ പറയാറുള്ളൂ. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ എനിക്ക് ഞാൻ കെമിസ്ട്രി ആണ് ഭയങ്കര വീക്കായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ നിങ്ങൾക്കറിയോ CAN സാറ് സ്റ്റഫ് എന്നാണ് ഞങ്ങൾ പഠിക്കാറ് ക്ലാസ്സിൽ. സാറ് മെയിൻ ആയത് സാറ് ക്ലാസ് സാറ് സ്റ്റാൻഡേർഡ് എനിക്ക് തരും. ആ സാറ്
ആ സാറാണ് എനിക്ക് കെമിസ്ട്രി എങ്ങനെ പഠിപ്പിക്കേണ്ടത്, ഇനോർഗാനിക്കും ഓർഗാനിക്കും ഫിസിക്കലും എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം സാറെ ഞങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ ആ സാറില്ലാതെ എനിക്ക് കെമിസ്ട്രി മാർക്ക് കിട്ടുമായിരുന്നു. ഇക്വിലിബ്രിയം ഞങ്ങൾക്ക് സാറല്ലേ, അതുവരെ എനിക്ക് ഇക്വിലിബ്രിയം എന്ന പാഠം എന്താ പോലും അറിഞ്ഞില്ല. അപ്പോൾ ഇക്വിലിബ്രിയം ബേസിക് ആയിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഒക്കെ തന്നെ സാറായിരുന്നു. അപ്പോൾ സാറിന് വളരെ സാറിന് നല്ലതല്ലേ ഇപ്പം പറയുന്നത്, എന്തൊക്കെയാണ് പറയുന്നത്. അപ്പം അടുത്ത വർഷം നിങ്ങളിവിടെ ഇതേപോലെ തന്നെ എന്നെ പോലെ നിങ്ങൾ സ്റ്റട്ടർ ചെയ്യാനും മറ്റേ പക്കായി പറയാൻ വേണ്ടി പഠിക്കുക. ഈ സ്റ്റേജിൽ എത്തണം, എല്ലാവരും എത്തണം. ജീവിതം ആഘോഷമാക്കുന്ന അഭിമാനത്തോടുള്ള ആഘോഷമാണ് നമ്മൾ പങ്കുവച്ചത്. ഈ നിങ്ങളോട് സംസാരിക്കാൻ എത്തുന്നു ശ്രീഹരി ആർ, 705 മാർക്ക്. കേൾക്കാൻ പറ്റുന്നുണ്ട്? നിങ്ങളുടെ പ്രിപ്പറേഷൻ ആയിരിക്കും. കഴിഞ്ഞ വർഷം ഞാൻ വരുമ്പോഴും എനിക്ക് തോന്നിയിരുന്നു ഇത്രയും 700 വേണം വാങ്ങിക്കാൻ പറ്റുന്നത്. അവസാനം മോഡലിനൊക്കെ ആയിരുന്നു എനിക്ക് അതിൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ളത്. വീക്കിലിക്ക് എല്ലാം 650 കഷ്ടിച്ച് വാങ്ങി. പിന്നെ കുട്ടിയാണ്. പിന്നെ നല്ല സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ കോമ്പറ്റീഷനാണ്. അതിപ്പം മൊത്തം ക്ലാസ് ആണെങ്കിലും പോസ്റ്ററാണെങ്കിലും എല്ലാ തരം ആളുകളുണ്ട്. റിപ്പീറ്റേഴ്സ് ഉണ്ട്, റീ റിപ്പീറ്റേഴ്സ് ഉണ്ട്, റെസിഡൻഷ്യൽസ് ഉണ്ട്. ഇപ്പം എല്ലാവരുടെ ആ ഒരു കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ സൂപ്പർ റിപ്പീറ്റേഴ്സ്, പിന്നെ ഇവിടുത്തെ വാർഡന്മാരുടെ പ്രസൻസ്, അവരുടെ കെയറിങ് എല്ലാം ഇൻസ്പിറേഷനാണ്. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസും എല്ലാം നല്ല ക്വാളിഫൈഡ് ആണ്. പിന്നെ നിങ്ങൾ കഴിവതും ഹാർഡ് വർക്കിനെ സ്മാർട്ട് വർക്ക് ആക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടിക്കൂടി വരിക. അപ്പോൾ നമ്മുടെ സ്കിൽസ്, സ്ട്രാറ്റജീസ്, ടാക്ടിക്സ് എല്ലാം നമ്മൾ ഉയർത്തണം. പിന്നെ പറയാനുള്ളത് എല്ലാവരും നല്ലോണം പഠിക്കും. ഇനി നിങ്ങളോട് സംസാരിക്കാൻ എത്തുന്നു അഞ്ജന പി മേനൻ, 705 മാർക്ക്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിലും ഇങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോസും അതൊക്കെ ഈ ലേണിംഗ് ആപ്പിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും കാണുമ്പോൾ അന്ന് നമുക്കതൊരു സ്വപ്നമായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾക്കതൊരു റിയാലിറ്റിയാണ് ഞങ്ങളെല്ലാവർക്കും. അന്ന് നമ്മൾ കാണുമ്പം വിസ്മയ പറഞ്ഞ പോലെ ഇത്രയും വലിയ ഗ്രാൻഡ് പരിപാടിയായിരിക്കുന്നൊന്നും നമുക്കന്ന് അത്രയൊന്നും ആഗ്രഹിച്ച് സ്വപ്നം കണ്ടിരുന്നില്ല അത്രത്തോളം. പിന്നെ നിങ്ങളുടെ ഈ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ ബിൽഡിങ്ങിനും അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ഒരു സമയമാണ് ഏറ്റവും റിലാക്സ് ചെയ്ത് ഏറ്റവും മനസ്സിലാക്കി അതിൻ്റെ ബേസ് തൊട്ട് പഠിച്ചു പോകാൻ പറ്റുക. ചിലരെങ്കിലും എന്തെങ്കിലും ഒരു ഭാഗം പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അത് മോഡൽ എക്സാമിന് പഠിക്കാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. ദയവ് ഇത് അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ബേർഡനായിട്ട് മാറുകയുള്ളൂ. അല്ലാണ്ട് അത് അപ്പം കംപ്ലീറ്റ് ആക്കാൻ മേ ബി നടക്കുമായിരിക്കും. പക്ഷെ അതിനേക്കാളും ഏറ്റവും പോസിബിളായിട്ടും എളുപ്പമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴേ അത് പഠിച്ചു തീർക്കണതാണ്. പിന്നെ എന്താ എല്ലാവരും പറയണ പോലെ ഷോർട്ട് നോട്ട് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലരെങ്കിലും അതും വിചാരിക്കുക. കാരണം എൻ്റെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്ത മാറ്റാൻ വേണ്ടിയിട്ട് മോഡൽ എക്സാമിൻ്റെ ടൈം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ജനുവരി പകുതിയോടുകൂടി ക്ലാസ് കഴിഞ്ഞാൽ ബാക്കി മോഡൽ എക്സാം തുടങ്ങണ സമയം ഉണ്ടാവുമല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ആ സമയം ചെയ്യാൻ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അത്രയും കൂടി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്താൽ അത്രയും കൂടി ബെനിഫിറ്റ് കിട്ടുള്ളൂ. പിന്നെ ടെൻഷൻ്റെ കാര്യം, ടെൻഷൻ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് ഒരിക്കലും നിങ്ങളുടെ അക്കാഡമിക്സിനെ ബാധിക്കാണ്ട് നോക്കുക. കാരണം ഇപ്പോൾ എൻ്റെ 3 ക്വസ്റ്റ്യൻസ് തെറ്റിയിട്ടുണ്ട്. അങ്ങനെ 705 വന്നേക്കുന്നത്. അങ്ങനെ അതുപോലെ തന്നെ മാർക്ക് പോയവരുടെയൊക്കെയും അവർക്ക് ആ കൺസെപ്റ്റ് അറിയാത്തതുകൊണ്ടോ ആ ക്വസ്റ്റ്യൻ ചിലപ്പം എന്താ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്കായാലും വീക്ക്ലി എക്സാംസിൻ്റെ സമയത്ത് തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് എക്സാം കഴിയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഓ ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വീക്ക്ലി എക്സാം എഴുതുമ്പോൾ അങ്ങനെയായിരുന്നു. അത് ഞാൻ പറയും, ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചറിനോടൊക്കെ പറയാറുണ്ട്, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ മിസ്, എന്നിട്ടാണ് തെറ്റിപ്പോയത്. നമുക്ക് അറിയുന്നത് തെറ്റുമ്പോഴാണല്ലോ കൂടുതൽ വിഷമം വരിക. അറിയാത്താണെങ്കിൽ പിന്നെ പഠിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ പക്ഷെ തെറ്റുന്ന ക്വസ്റ്റ്യൻസ് അത് നമുക്കൊരു ബോണസ് പോയിന്റ് ആണ് സത്യത്തിൽ. കാരണം പിന്നീട് ആ തെറ്റാൻ കാരണം ഒന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് അറിയില്ല, അല്ലെങ്കിൽ അത് നമ്മുടെ ടെൻഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മളെ മെൻ്റലി നമ്മളായിട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും.
അപ്പോൾ ഓരോ തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ശരിയാക്കുന്ന ക്വസ്റ്റ്യൻസിനേക്കാളും കൂടുതൽ ലെസൺസ് ഉള്ളത് തെറ്റുന്ന ക്വസ്റ്റ്യൻസിലാണ്. അവരൊന്നില്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്ന പ്രശ്നം കണ്ടുപിടിച്ച് വരും, അല്ലെങ്കിൽ നമ്മുടെ ആ കോൺസെപ്റ്റിലുള്ള എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് കാട്ടിത്തരും. അപ്പം അതൊക്കെ ഫില്ല് ചെയ്ത് പോവുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ക്ലാസ് ടീച്ചർ അത് എടുത്തു പറയണം. ഞാൻ ഓൺലൈൻ ബാച്ചിലായിരുന്നു, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് അങ്ങനെ തോന്നിയിട്ടില്ല. മിസ് കണ്ടിന്യൂസ്ലി ഇപ്പോൾ ഓരോ എക്സാംസ് ഡെയിലി എക്സാംസ് ഉണ്ടെങ്കിൽ അന്നൊക്കെ വിളിക്കും. അങ്ങനെ ഇരുന്നു ഫുള്ളി നമ്മളെ വിളിച്ച് സപ്പോർട്ട് ചെയ്ത് എത്ര നേരം വേണമെങ്കിൽ, അതിപ്പോൾ രാത്രി കുറേ ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും മിസ് വിളിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെയായാലും പിന്നെ അതുപോലെ എക്സാംസ് കഴിഞ്ഞിട്ടുള്ള മീറ്റിങ്സ്, ഞങ്ങൾക്ക് ജോർജ് സാറും അജയ് സാറായിരുന്നു ഞങ്ങളുടെ ഓൺലൈൻ്റെ കോർഡിനേറ്റർ. രണ്ടുപേരും നമ്മൾ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് മാർക്കൊക്കെ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ഡള്ളായിട്ട് ആകെ ബാറ്ററി ലോ ആയ പോലെയോ ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ ഇവരുടെ ഈ മീറ്റിംഗ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒത്തിരി മോട്ടിവേറ്റിംഗ് ആണ്. അവരുടെ ജസ്റ്റ് അജയ് സാറൊക്കെ പല മീറ്റിങ്ങിലും പറയും, ഞാനിത് കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യമാണ്, പക്ഷേ അത് നമുക്ക് കേൾക്കുമ്പോൾ മാർക്ക് കൂടിയ കുട്ടികൾക്ക് ചിലപ്പോൾ അത്ര എഫക്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ മാർക്ക് ഇത്തിരി ആയാലും അത് നമ്മൾ ഉദ്ദേശിച്ച അത്ര എത്താത്ത കുട്ടികൾക്ക് അതിൻ്റെ ശരിക്കും അതിൻ്റെ ആ പവർ കിട്ടും ശരിക്കും. പിന്നെന്താ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അത് ബേസിക്സ് ഒക്കെ സ്ട്രോങ് ആയിട്ട് പോവുക. പിന്നെ ഷോർട്ട് നോട്ടിൻ്റെ കാര്യം അത് എല്ലാവരും വീണ്ടും വീണ്ടും പറയാൻ കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലരെങ്കിലും അത് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പം അത് കറക്റ്റ് ചെയ്യാൻ സമയമുണ്ട്. പിന്നീട് അതിനെപ്പറ്റി ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് അത് മാക്സിമം ചെയ്തു പോവുക. അത് കാരണം നിങ്ങളുടെ ഒരു 5 മാർക്കോ 4 മാർക്കോ കുറയാൻ അവസരം വരാണ്ടിരിക്കട്ടെ. കാരണം ഈ വർഷം നിങ്ങൾക്ക് മനസ്സിലായിട്ടും എക്സാം എളുപ്പമായിരുന്നിട്ടുണ്ടെങ്കിലും കുറേ പേരെ റാങ്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടും എന്തോരം ഇൻഫ്ലേഷൻ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് വരാണ്ടിരിക്കണം നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് തെറ്റാണ്ടിരിക്കുക. അപ്പോൾ ശ്രീനന്ദിന് ഫസ്റ്റ് റാങ്ക് തന്നെ നിന്നൂലോ, കാരണം അവൻ ഒരു ക്വസ്റ്റ്യൻസ് തെറ്റിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇരിക്കട്ടെ എല്ലാവരുടെയും. അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്സ് അത് നമ്മുടെ ടെൻഷൻ ആണെങ്കിലും വേറെ എന്ത് കാര്യമാണെങ്കിലും നമ്മളെ കോൺസെപ്റ്റിലുള്ള ക്ലാരിറ്റി കുറവാണെങ്കിലും ഒക്കെ തീർത്തു പോവുക. പിന്നെ ഡൗട്ട് ചോദിക്കാൻ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ചില സില്ലി ഡൗട്ടുകളായാലും ഈ ലേണിംഗ് ആപ്പിൽ പോലും അപ്പോൾ നമ്മൾ പ്രൊഫസേഴ്സ് നമ്മളെ കാണുന്നൊന്നുമില്ല, നമ്മൾ ആരാന്ന് പോലും അവർക്കറിയില്ല. പക്ഷെ അത് ചോദിക്കാൻ പോലും നാണക്കേടാന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊഫസേഴ്സ് എന്ത് വിചാരിക്കും, ഇത്ര ബേസിക് കാര്യം പോലും അറിയാത്ത കുട്ടിയാണോ ഇവിടെ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുന്ന എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മണ്ടത്തരം നിങ്ങളുടെ തലേന്ന് മാച്ച് കളയുക. പ്രൊഫസേഴ്സ് അവിടെ ഇരിക്കുന്നത് നമുക്ക് അറിയാത്ത കാര്യം പഠിക്കാനാണ് നമ്മളിവിടെ വന്നേക്കുന്നത്, അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങളെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി. അതിന് ഡൗട്ട് ചോദിക്കുന്നതിന് അവർ നമ്മളെ ഒരിക്കലും വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവിടെ ഇരിക്കുന്നത്. അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എന്ത് ഡൗട്ടാണെങ്കിലും, അത് ഏറ്റവും സിമ്പിൾ കാര്യമാണെങ്കിലും ഒട്ടും കിട്ടാത്ത കാര്യമാണെങ്കിലും ചോദിക്കുക. ചിലർ ഫ്രണ്ട്സിനോട് ചോദിക്കും, അതായാലും മതി, ആരോടാണെന്ന് വെച്ചാൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം. നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്ന പലവർക്കും ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ അറിയുണ്ടാവും. പക്ഷെ നിങ്ങൾ ചോദിക്കാണ്ട് ആർക്കും മനസ്സ് വായിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ എന്തായാലും ചോദിക്കണം, എന്താ ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകണം. ക്ലാസ്സുകൾ അത് റെഗുലറായിട്ട് കണ്ടുപോകുന്ന നിങ്ങൾക്കിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് എൻ്റെ കുഴപ്പമില്ല, പക്ഷെ അത് ഡെയിലി ക്ലാസ് അന്നാ തന്നെ പഠിച്ചു പോവുക. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ക്ലാസ്സും എങ്ങനെ പെൻഡിങ് ഓൺലൈൻ ആണെങ്കിൽ പോലും പെൻഡിങ് ഒന്നും വരുത്തിയിട്ടുണ്ടായില്ല. മാക്സിമം അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അത് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. ഇൻ കേസ് അത് കഴിഞ്ഞില്ലെങ്കിൽ പിറ്റേ ദിവസം ക്ലാസ് തുടങ്ങുന്ന വരെ ആ ഒരു രാവിലത്തെ സമയം ഉണ്ടല്ലോ, എന്തായാലും എല്ലാവരും നേരത്തെ ഒക്കെ എണീക്കുന്നവരാവും, അല്ലെങ്കിലും എന്തായാലും സമയം ഉണ്ടാവും. ആ അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ആ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണോ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം അടുത്തേക്ക് പോവുക. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് ബാക്കിയുണ്ട് അത് അവിടെ നിന്നോട്ടെ, അടുത്ത ക്ലാസ്സിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അങ്ങനെ ഇത്തിരീശ ബാക്കി വെച്ച സാധനങ്ങളായിരിക്കും അവസാനം നമ്മൾ മോഡൽ എക്സാംസിന് നോക്കുമ്പോൾ ഒരു ചാപ്റ്ററോളോ അങ്ങനെ വലിയ എമൗണ്ട് ആയിട്ട് എടുക്കണ്ടാവുക. അപ്പം അങ്ങനെയൊന്നും വരുത്താണ്ടിരിക്കുക. ഡെയിലി പഠിച്ചു പോകുക എന്നുള്ളതും കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇന്ന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും പഠിച്ചുകൊണ്ടിരിക്കുക. വേറെ എന്തൊക്കെ കാര്യം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ പഠിക്കുക. വേറെ എന്തൊക്കെയായാലും പഠിക്കുക. അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. പിന്നെ അടുത്ത വർഷം നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ നിങ്ങളുടെ ആഗ്രഹിച്ച കോളേജിലും ആഗ്രഹിച്ച സ്കോർ നേടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു കോളേജും സ്കോറും ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴേ ആലോചിച്ചോളാം. സ്കോർ എന്തായാലും 720 ആലോചിച്ചാൽ മതി. കോളേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്താൽ മതി. താങ്ക് യു. ഏറ്റവും അവസാനമായി നിങ്ങളോട് മറുപടി പ്രസംഗത്തിനെത്തുന്നു മുഹമ്മദ് ഷഹാൽ, 705 മാർക്ക്. ഹായ്, എൻ്റെ പേര് ഷഹൽ. ഞാൻ ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞു വിചാരിച്ചല്ല.
പിന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ദൈവത്തിനോടും അതിലുപരി എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും ടീച്ചേഴ്സിനോടും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ പറയുകയാണെങ്കിൽ ജോർജ് സാർ, നിങ്ങളെല്ലാവരും റെഫറൻസൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. ഞങ്ങളൊക്കെ 11 മണി, രാത്രി 11 മണി 10 മണി വരെയൊക്കെ റെഫറൻസിന് ഇരുന്നിട്ട് പഠിച്ചിരുന്നു. ജോർജ് സാർ പെർമിഷൻ തന്നിട്ട് അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നൊക്കെ. പിന്നെ ഞങ്ങളെ വാർഡനും ടോം സാർ, അച്ചിൽ സാർ, പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അലീന മിസ്, ഇവരൊക്കെ നമുക്ക് മാർക്കൊന്ന് ഡൗൺ ആയാലൊക്കെ അവർ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ചോദിക്കും എന്ത് പറ്റി, ഏത് സബ്ജക്റ്റിലാണ് ഇപ്പോൾ ലോ ഉള്ളത്, അങ്ങനെ അവർ തന്നെ നമ്മളോട് വന്ന് അന്വേഷിക്കും. അവരോടൊക്കെ ഒരുപാട് നന്ദി. പിന്നെ ഷോർട്ട് നോട്ടിൻ്റെ കാര്യം പറഞ്ഞത്, നിങ്ങളെല്ലാവരും വളരെ ചുരുക്കാക്കാൻ നോക്കും. 2 പേജിലെങ്കിലും ഒതുക്കാൻ നോക്കാം ഷോർട്ട് നോട്ടൊക്കെ. മറ്റേത് നമ്മൾ ലാസ്റ്റൊക്കെ ഒന്നും വായിച്ചെത്തൂല. അപ്പോൾ നല്ല ചുരുക്കമാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് നീറ്റിൻ്റെ ടൈമിലൊക്കെ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ഷോർട്ട് നോട്ട് മൊത്തം വായിച്ച് തീർക്കാൻ പറ്റും. പിന്നെ നല്ലോണം ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻസിൽ തന്നെ നമുക്ക് കൺസെപ്റ്റ് റെഡിയാവും. ഇപ്പോൾ ബയോളജി ആണെങ്കിൽ അങ്ങനെ തന്നെ ഇവിടുത്തെ മെറ്റീരിയലൊക്കെ ചെയ്യാം, എന്നിട്ട് അഡീഷണൽ മെറ്റീരിയൽ ചെയ്യാം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഞാൻ അടുത്ത കൊല്ലത്തേക്ക് വിഷ് ചെയ്യുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.